ജനങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപിന്റെ സഖ്യകക്ഷികളും ജനാധിപത്യത്തെ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാനുള്ള അവസാന ചൂതാട്ടത്തിലാണ്. നവംബറിലെ ട്രംപിന്റെ വിധിയും കോർപ്പറേറ്റ് കോഡുകളുടെ രഹസ്യവും അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ മഹാപോരാട്ടത്തിന്റെ അണിയറ കഥകളിലേക്കാണ് ഇന്ന് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. വരാനിരിക്കുന്ന നവംബർ മാസം കേവലം അമേരിക്കയുടെ മാത്രം വിധിയല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ഘടനയുടെയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെയും ദിശ നിർണ്ണയിക്കുന്ന ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ അധികാര കസേര ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ജനവിധി തേടുമ്പോൾ അദ്ദേഹം നവംബറിൽ വീഴുമോ അതോ വൈറ്റ് ഹൗസിലേക്ക് വൻ തിരിച്ചുവരവ് നടത്തുമോ എന്ന ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിലും മാധ്യമങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ അണിയറയിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന മറ്റൊരു വമ്പൻ പണക്കിലുക്കത്തിന്റെ കഥ ഇപ്പോൾ പുറത്തു വരികയാണ്. വെറുതെ 1 കോടിയോ 2 കോടിയോ ഒന്നുമല്ല, കൃത്യമായി പറഞ്ഞാൽ $347 മില്യൺ അഥവാ ആയിരക്കണക്കിന് കോടി ഇന്ത്യൻ രൂപയുടെ വമ്പൻ കോർപ്പറേറ്റ് ഫണ്ടിംഗ് ആണ് ട്രംപിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിലേക്ക് ഒഴുകിയെത്തുന്നത്. ആരാണ് ഈ രഹസ്യ നിക്ഷേപത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? എന്താണ് ഈ വമ്പൻ കോർപ്പറേറ്റ് മുതലാളിമാരുടെ യഥാർത്ഥ ലക്ഷ്യം? ഈ പണം അമേരിക്കൻ ജനാധിപത്യത്തെ എങ്ങനെയാണ് വിലക്കെടുക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത്. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പണത്തിന്റെ സ്വാധീനം എക്കാലവും വലുതാണ് എങ്കിലും ഇത്തവണ ട്രംപ് ക്യാമ്പിലേക്ക് എത്തുന്ന പണത്തിന്റെ ഒഴുക്ക് സർവകാല റെക്കോർഡുകളും ഭേദിക്കുന്ന രീതിയിലാണ് മുന്നേറുന്നത്. രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കും പരസ്യങ്ങൾക്കും വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക സൂപ്പർ പാക്കുകൾ വഴിയാണ് ഈ $347 മില്യൺ സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. ജനവികാരം തങ്ങൾക്കെതിരാണ് എന്ന് മനസ്സിലാക്കിയ ട്രംപ് അനുകൂല രാഷ്ട്രീയ സമിതികൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ചരിത്രത്തിലില്ലാത്ത വിധം പണത്തിന്റെ ഒരു കൂറ്റൻ കുന്നു തന്നെയാണ് ഇറക്കുന്നത്. വെറുമൊരു രാഷ്ട്രീയ പ്രചാരണത്തിനല്ല, മറിച്ച് കോർപ്പറേറ്റ് മുതലാളിമാരുടെ പോക്കറ്റിൽ നിന്നും സമാഹരിച്ച $347 മില്യൺ അവിശുദ്ധ ഫണ്ടാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാനായി ഒഴുകിയെത്തിയിരിക്കുന്നത്. സാധാരണയായി ഒരു വോട്ടർക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾക്ക് അമേരിക്കൻ നിയമപ്രകാരം പരിധികളുണ്ട്. എങ്കിലും ഇത്തരം സൂപ്പർ പാക്കുകളിലേക്ക് കോർപ്പറേറ്റുകൾ എത്ര വലിയ തുക വേണമെങ്കിലും രഹസ്യമായും പരസ്യമായും നിക്ഷേപിക്കാം എന്നതാണ് അവിടുത്തെ നിയമത്തിലെ ലൂപ്പ് ഹോളുകൾ വ്യക്തമാക്കുന്നത്. ലോകത്തെ വിറപ്പിക്കുന്ന വൻകിട എണ്ണ കമ്പനികൾ, സിലിക്കൺ വാലിയിലെ പ്രമുഖ ടെക് ഭീമന്മാർ, ഡിജിറ്റൽ യുഗത്തിലെ പുതിയ കോടീശ്വരന്മാരായ ക്രിപ്റ്റോ കറൻസി മുതലാളിമാർ എന്നിവരടങ്ങുന്ന ഒരു വമ്പൻ അധോലോക ശൃംഖല തന്നെയാണ് ഈ ഫണ്ടിങ്ങിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പരമ്പരാഗതമായി ട്രംപിനെ എതിർത്തിരുന്ന ചില വ്യവസായി ഗ്രൂപ്പുകൾ പോലും ഇപ്പോൾ നിലപാട് മാറ്റി ട്രംപിന് പിന്നിൽ അണിനിരക്കുന്നു എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ബിസിനസ് ലോകത്തെ വൻപന്മാർ ലാഭമില്ലാത്ത $1 പോലും എവിടെയും നിക്ഷേപിക്കില്ല എന്നത് പരസ്യമായ രഹസ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ $347 മില്യൺ ട്രംപിനായി ഒഴുക്കുന്നതിന് പിന്നിൽ ഈ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കൃത്യമായ ചില അജണ്ടകളും സ്വാർത്ഥ താല്പര്യങ്ങളുമുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നാൽ കോർപ്പറേറ്റ് നികുതികൾ വൻതോതിൽ വെട്ടിക്കുറയ്ക്കുമെന്ന പ്രഖ്യാപനമാണ് ഇവരെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വൻകിട കമ്പനികളുടെ ലാഭവിഹിതത്തിൽ നിന്നും ഈടാക്കുന്ന നികുതി കുറയുന്നതോടെ അവരുടെ പോക്കറ്റിലേക്ക് വരാൻ പോകുന്നത് ശതകോടികളാണ്. ഇതിനു പുറമെ പരിസ്ഥിതി മലിനീകരണത്തിന്റെ പേരിൽ എണ്ണ കമ്പനികൾക്ക് മേൽ നിലവിലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റുമെന്നും ട്രംപ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഗ്രീൻ എനർജി നയങ്ങളെ തള്ളിപ്പറഞ്ഞ് പരമ്പരാഗത ഇന്ധന മേഖലയ്ക്ക് ട്രംപ് നൽകുന്ന ഈ പച്ചക്കൊടിയാണ് ആഗോള ഓയിൽ ലോബിയെ ട്രംപിന്റെ ഏറ്റവും വലിയ ആരാധകരാക്കി മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്രിപ്റ്റോ കറൻസി തുടങ്ങി വളർന്നു വരുന്ന സാങ്കേതിക മേഖലകളിൽ സർക്കാർ ഇടപെടലുകളും കടുത്ത റെഗുലേഷനുകളും ഒഴിവാക്കി തരാമെന്ന ഉറപ്പും ട്രംപ് ഈ വ്യവസായികൾക്ക് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് അവർ ഒഴുക്കുന്ന $347 മില്യൺ നാളെ $10,000 മില്യൺ ലാഭമായി തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തിരിച്ചെത്തുമെന്ന കൃത്യമായ ബിസിനസ് കണക്കുകൂട്ടലിലാണ് ഈ രഹസ്യ ഉടമ്പടികൾ നടക്കുന്നത്. എന്നാൽ ഈ പണക്കൊഴുപ്പ് കൊണ്ട് മാത്രം നവംബറിൽ ട്രംപിന് വിജയം സുരക്ഷിതമാക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഒരു വശത്ത് കോർപ്പറേറ്റുകളുടെ കോടികൾ, മറുവശത്ത് സാധാരണക്കാരായ അമേരിക്കൻ വോട്ടർമാരുടെ ജീവൽ പ്രശ്നങ്ങൾ. പണത്തിന്റെ ബലത്തിൽ മാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളെയും സ്വാധീനിക്കാൻ ട്രംപിന് കഴിഞ്ഞേക്കാം. എങ്കിലും അമേരിക്കയിലെ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും സാധാരണ ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അന്തിമ വിധി വരുന്നത്. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചൂട്, പണത്തിന്റെ ഒഴുക്കും ഇനിയും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം
ശതകോടികൾ എറിഞ്ഞ പരസ്യങ്ങളിലൂടെയും വ്യാജ പ്രചാരണങ്ങളിലൂടെയും വോട്ടർമാരെ സ്വാധീനിപ്പിക്കാം എന്നത് പാശ്ചാത്യ മുതലാളിത്തത്തിന്റെ സ്ഥിരമടവാണ്. പണക്കൊഴുപ്പ് കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്നാണ് ട്രംപും അദ്ദേഹത്തിന്റെ കച്ചവട സഖ്യവും ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത്. ട്രംപിനെ വീഴ്ത്താൻ ഡെമോക്രാറ്റിക് പാർട്ടി തങ്ങളുടെ അവസാന തന്ത്രങ്ങളും പുറത്തെടുക്കുമ്പോൾ കളി കൂടുതൽ പ്രവചനാതീതമാവുകയാണ്. അമേരിക്കയിലെ കറുത്തവർഗക്കാർ, വംശീയ ന്യൂനപക്ഷങ്ങൾ, കുടിയേറ്റക്കാർ എന്നിവരുടെ വോട്ടുകൾ ട്രംപിനെതിരെയുള്ള വലിയൊരു ആയുധമാക്കി പ്രതിപക്ഷം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും അണിയറയിൽ കോർപ്പറേറ്റുകൾ നടത്തുന്ന ഈ വലിയ പണക്കളി ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുമോ അതോ ട്രംപിനെ വൈറ്റ് ഹൌസിന്റെ പടവുകൾ വീണ്ടും കയറാൻ സഹായിക്കുമോ എന്നറിയാൻ നവംബർ വരെ ലോകം കാത്തിരുന്നേ മതിയാകൂ.